ലക്ഷദ്വീപിൽ ഇനി തേങ്ങ പറിക്കാൻ അനുമതി വേണം. തേങ്ങ പറിക്കുന്നതിന് 24 മണിക്കൂർ മുൻപെങ്കിലും അനുമതി വാങ്ങണമെന്നാണ് ദ്വീപ് ഭരണകൂടം നിർദ്ദേശം നൽകുന്നത്. ആന്ത്രോത്ത്, കൽപ്പേനി ദ്വീപുകളിലെ റോഡുകൾക്ക് സമീപമുള്ള തെങ്ങുകളിൽ നിന്നും തേങ്ങ പറിക്കുന്നതിനാണ് നിയന്ത്രണം. 24 മണിക്കൂർ മുമ്പെങ്കിലും അനുമതി വാങ്ങണമെന്നാണ് നിർദ്ദേശം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ഡെപ്യൂട്ടി കളക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പൊതുജനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. ലക്ഷദ്വീപ് നിവാസികളുടെ പരമ്പരാഗതമായ തൊഴിൽ മേഖലയും പ്രാഥമിക ഉപജീവന മാർഗവും തെങ്ങ് കൃഷിയാണ്. ദ്വീപുകളിൽ നിരവധി പൊതുവഴികളുണ്ട്. തേങ്ങ പറിക്കുന്നതിന് കൂടുതൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഉത്തരവിലുണ്ട്. തെങ്ങ് കയറുന്ന വ്യക്തി അംഗീകൃത ക്ലൈംബിംഗ് ഗിയർ ഉപയോഗിക്കണം. താഴെയുള്ളവർ ഹെൽമറ്റുകൾ അല്ലെങ്കിൽ ഗ്ലൗസുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഗതാഗത തിരക്ക്, സ്കൂൾ തുടങ്ങിയ സമയങ്ങളിൽ തേങ്ങ പറിക്കാൻ അനുവാദമില്ല. തുറമുഖങ്ങളിൽ കപ്പൽ എംബാർക്കേഷൻ, ഡി എംബാർക്കേഷൻ സമയങ്ങളിലും നിയന്ത്രണങ്ങളുണ്ട്. സുരക്ഷാ നടപടികളില്ലാതെ തേങ്ങ പറിക്കുന്നതും ഇവ വീഴുന്നതും ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാക്കുന്നുവെന്നാണ് ഉത്തരവിൽ പറയുന്നത്. തേങ്ങ പറിക്കുന്നതിന് മുൻപ് ഒരുക്കേണ്ട സന്നാഹങ്ങളും ഉത്തരവിലുണ്ട്. മരങ്ങൾക്ക് ചുറ്റും കുറഞ്ഞത് 10 മീറ്റർ സുരക്ഷാ വലയം, തേങ്ങ പറിക്കുന്ന സമയത്ത് ഒരു സൂപ്പർവൈസർ, റോഡിൽ നിരീക്ഷണം എന്നിവ വേണം. പൊതുവഴിയോട് ചേർന്നുള്ള തെങ്ങുകളിൽ നിന്നും തേങ്ങ പറിക്കാൻ ഉടമയോ കരാറുകാരനോ 24 മണിക്കൂർ മുമ്പെങ്കിലും പ്രദേശത്തെ SHO, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ അറിയിക്കണം. ഇവരുടെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ജോലി തുടങ്ങാൻ സാധിക്കൂ. എന്നാൽ അഡ്മിനിസ്ട്രേഷന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.